എല്ലാവർക്കും നമസ്കാരം. മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും ജീവൻ തന്നെയാണ്. അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും ചാലക്കുടി ഫയർഫോഴ്സ്. നമുക്കറിയാം, പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഈ അഗ്നിശമന സേനാംഗങ്ങൾ ഒരു ദിവസം മുഴുവൻ അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഒരു 5:30 ചട്ടിക്കുളം JR ക്രഷർ എന്ന പാറമടയിൽ ഏകദേശം 80 അടി താഴ്ചയുണ്ട്. അതിൽ 40 അടിയോളം വെള്ളമുണ്ട്. ആ പാറമടയിലെ ഏറ്റവും അടിത്തട്ടിൽ അതിൻ്റെ വെള്ളം നിൽക്കുന്ന ഭാഗത്തായിട്ട് 9 ആളുകൾ കുടുങ്ങി കിടക്കുന്ന വിവരം ഈ ചാലക്കുടി ഫയർ സ്റ്റേഷനിലേക്ക് ഒരു അറിയിപ്പ് വരികയാണ്. ഉടൻ തന്നെ അമാന്തിച്ചില്ല. ചാലക്കുടി അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസ്, ഇവരുടെ നേതൃത്വത്തിൽ അഗ്നിശമന സേനാംഗങ്ങളായിട്ടുള്ള ശ്യാം മോഹൻ, രജേഷ് വാര്യർ, C ജയകൃഷ്ണൻ, VN അരുൺ, PS മിഥുൻ, ഹോംഗാർഡ് KK അബൂബക്കർ എന്നിവർ ഈ സ്ഥലത്തെത്തി. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഏകദേശം 40 അടി താഴ്ചയിലാണ് ഈ വെള്ളം വന്ന് നിൽക്കുന്നത്. ലാഡർ ഉപയോഗിച്ച് ഇറങ്ങുക എന്നുള്ളത് ദുഷ്കരമായതിനാൽ അഗ്നിശമന സേനാംഗമായിട്ടുള്ള C ജയകൃഷ്ണനെ പാറമടയുടെ ഈ താഴെ വെള്ളം മുട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇറക്കുകയും വളരെ ദുഷ്കരമായിരുന്നു ഇറക്കം. അതിനുശേഷം അവിടെ നിന്ന് റോപ്പ് നെറ്റ് ഉപയോഗിച്ച് ഓരോ ആടുകളെയും മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരാട് മുന്നേ തന്നെ ചത്തിരുന്നു. നമുക്കറിയാം, ഈ അഗ്നിശമന സേനാംഗങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലമായതിനാൽ ഒരു ദിവസം അവർക്ക് ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാനായിട്ട് സമയം കിട്ടില്ല. അവിടെ തീപിടുത്തം, ഇവിടെ തീപിടുത്തം, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. എന്തായിരുന്നാലും ജീവൻ തന്നെ. മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും വിളി വന്നു കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കർമ്മോത്സവരായി കടന്നു വന്ന ചാലക്കുടി അഗ്നിശമന സേനാംഗങ്ങൾക്ക് ബിഗ് സല്യൂട്ട്.